السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൻ്റെ മുഖ്തസർ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഇഖ്തിസാർ ചെയ്തിട്ടുള്ള ഗ്രന്ഥമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ദർസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിലുള്ള നിർദ്ദേശങ്ങൾ അഥവാ മാതൃക, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ തശഹുദ്, നിസ്കാരത്തിൻ്റെ അവസാനത്തിലുള്ള തശഹുദിൻ്റെ ഇരുത്തവും തശഹുദും അഥവാ തഹിയാത്തും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത് വകാന യദ്ഉ ബഅദ തശഹുദി വഖബ്ല അസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹുദിന് ശേഷം അഥവാ അവസാനത്തെ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവസാനത്തെ അത്തഹിയാത്ത്, ശരിക്ക് അത്തഹിയാത്ത് എന്നല്ല തശഹുദ് എന്നാണ് പറയേണ്ടത്. അതിൻ്റെ പേര് ശരിക്കും എന്താണ്? തശഹുദ് എന്നാണ്. അത്തഹിയാത്ത് എന്ന് ആരംഭിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പേരിൽ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ അവസാനത്തെ തശഹുദിന് ശേഷം സ്വലാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാമിന് മുമ്പായി ദുആ ചെയ്യാറുണ്ട്. വലിദാലിക അമറ ബിഹി ഫി ഹദീസ് അബീ ഹുറൈറ വഹദീസ് ഫളാല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും അതുപോലെ ഫളാല റളിയല്ലാഹുവിൻ്റെയും ഹദീസിലെല്ലാം വന്നിട്ടുള്ളത് ആ സമയത്ത് ദുആ ചെയ്യലാണ്. അതായത് നിസ്കാരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമാണ് തശഹുദിന് ശേഷമുള്ള ദുആഇൻ്റെ സമയമെന്നത്. കാരണം നിസ്കാരത്തിൽ ആദ്യം ഖുർആൻ പാരായണം ചെയ്ത് റുക്കൂ ചെയ്ത് അതുപോലെ ഇഅ്തിദാലും സുജൂദും അതുപോലെ ഓരോ അള്ളാഹുവിനോട് താഴ്മ കാണിക്കുന്ന ഓരോ അവസ്ഥയും കഴിഞ്ഞ് അവസാനം തൗഹീദിൻ്റെ ഷഹാദത്ത് തശഹുദ് പറഞ്ഞതിന് ശേഷം ഇരിക്കുന്ന ആ സമയമെന്നുള്ളത് ഏറ്റവും ഖൈറിലായിക്കൊണ്ടുള്ള ഏറ്റവും നല്ലൊരു സമയമാണ്. ആ സമയത്ത് ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയിരുന്ന ദുആകൾ വന്നിട്ടുണ്ട്. അതല്ലാതെ അയാൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം ദുആ ചെയ്യാനുള്ള നിസ്കാരത്തിലെ മഹത്തായിട്ടുള്ള ഒരു സമയമാണ് അവസാനത്തെ തശഹുദിന് ശേഷമുള്ള സലാം വീട്ടുന്നതിനുള്ള സമയം. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് വഅമ്മ ദുആഉ ബഅദ അസ്സലാം മുസ്തഖ്ബിലൽ ഖിബ്ലതി അവൽ മഅ്മൂമീൻ. എന്നാൽ നിസ്കാരത്തിൽ സലാം വീട്ടിയതിന് ശേഷമുള്ള ദുആ ഒന്നെങ്കിൽ ഖിബ്ലക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മഅ്മൂമീങ്ങളുടെ നേരെ തിരിഞ്ഞുകൊണ്ടുള്ള ദുആ, ഫലം യകുൻ ദാലിക മിൻ ഹദീഹി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽപ്പെട്ട കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ശേഷം ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ മഅ്മൂമികളിലേക്ക് തിരിഞ്ഞുകൊണ്ടോ ദുആ ചെയ്തിരുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല. വആമത്തുൽ അദ്ഇയത്തിൽ മുതഅല്ലിഖതി ബിസ്സലാ ഇന്നമാ ഫഅലഹാ ഫീഹാ വഅമറ ബിഹാ ഫീഹാ. നിസ്കാരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ദുആകളെല്ലാം ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളതും നിസ്കാരത്തിൽ തന്നെയാണ്. അതായത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഇന്ന ദുആകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ദുആ നിസ്കാരത്തിനകത്താണ് ചൊല്ലേണ്ടത്. നിസ്കാരത്തിന് സലാം വീട്ടിന് ശേഷമല്ല. നിസ്കാരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുആ കേട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം വന്നിട്ടുള്ളത് നിസ്കാരത്തിന്റെ അകത്താണ്. സലാം വീട്ടുന്നതിന് മുമ്പ് തക്ബീറത്തുൽ ഇഹ്റാമിന്റെയും സലാം വീട്ടുന്നതിന്റെയും ഇടയിലാണ് ആ ദുആകൾ വന്നിട്ടുള്ളത്. ഹാദാ ഹുവൽ ലായിഖ് ബിഹാലിൽ മുസല്ലി. അത് തന്നെയാണ് നിസ്കരിക്കുന്ന ഒരാളുടെ അവസ്ഥയ്ക്ക് ഏറ്റവും യോജിച്ചതും. കാരണം നിസ്കാരത്തിലാണ്, അള്ളാഹുവിനോടുള്ള മുനാജാത്തിലാണ്. ആ സമയത്താണ് ദുആ ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഫഇന്നഹു മുഖ്ബിലുൻ അലാ റബ്ബിഹി. കാരണം എന്താണ്? അവന്റെ റബ്ബിലേക്ക് മുന്നിട്ടാണ് നിൽക്കുന്നത്. നിസ്കാരം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അള്ളാഹുവിന് മുമ്പ് നിൽക്കുന്നതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്നെ വേറെ പല കിതാബുകളിലും പറഞ്ഞു കാണാം, ഒരടിമ അള്ളാഹുവിന് മുമ്പ് നിൽക്കുന്ന സന്ദർഭങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന് പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്നത്. ദുനിയാവിലുള്ള നൃത്തം നിസ്കരിക്കുമ്പോഴുള്ള നൃത്തമാണ്.
അപ്പൊ നിസ്കാരത്തിലെ നൃത്തം ആരാണോ ശരിയാക്കുന്നത് അവന്റെ പരലോകത്തെ നൃത്തവും എളുപ്പമാകും എന്ന് കാണാം. അപ്പോ ഈ ഒരു അവസ്ഥയിൽ, നിസ്കാരത്തിലുള്ള അവസ്ഥയിൽ അള്ളാഹുവിനോട് മുന്നിട്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ദുആ ചെയ്യാൻ ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം. അതുകൊണ്ട് തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട ദുആകൾ അത് നിസ്കാരത്തിനകത്തു ചെല്ലാനാണ് വന്നിട്ടുള്ളത്. ഫഇദാ സല്ലമ ദാല ദാലിക്, അവൻ സലാം വീട്ടിക്കഴിഞ്ഞാലോ അവസ്ഥയിൽ നിന്ന് മാറി, നിസ്കാരത്തിന്റെ ഹാലിൽ നിന്ന് മാറിയല്ലോ. അപ്പൊ സലാം വീട്ടിക്കഴിഞ്ഞാൽ ആ അവസ്ഥയിൽ നിന്ന് മാറി. അതുകൊണ്ടാണ് നിസ്കാരത്തിനകത്താണ് ആ ദുആകൾ വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. ثم كان صلى الله عليه وسلم يسلم عن يمينه السلام عليكم ورحمة الله وعن يساره كذلك هذا كان فعله الراتب. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞ്, അഥവാ വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കുമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയാറുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. എന്നാൽ ഒരു ഭാഗത്തേക്ക് മാത്രം സലാം വീട്ടിയതായിട്ട് ചില റിവായത്തുകളുണ്ട്. അത് ഒന്നെങ്കിൽ ചില രാത്രി നിസ്കാരങ്ങളിൽ, അതുപോലെ തന്നെ ജനാസയുടെ അഥവാ മയ്യത്ത് നിസ്കാരത്തിന്റെ വിഷയത്തിലും ആ രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഫർളായ നിസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ അധിക സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടിയിരുന്നത് വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. وروي عنه أنه كان يسلم تسليمة واحدة من تلقاء وجهه لكن لم يثبت. എന്നാൽ ഫർള് നിസ്കാരങ്ങളിൽ ഒരു ഭാഗത്തേക്ക് മാത്രമായിക്കൊണ്ട് സലാം വീട്ടിയിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. വാജിബു മാ ഫീഹി ഹദീസു ആയിഷ, അതിൽ ഏറ്റവും ഒന്ന് ശരിയായി വന്നിട്ടുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, ഒരു ഭാഗത്തേക്ക് മാത്രം സലാം വീട്ടി എന്നുള്ളത്. വഹുവ ഫിസ് സുനൻ, പക്ഷെ അത് സുന്നത്തായ നിസ്കാരത്തിലാണ്. ലാകിന്നഹു കാന ഫീ ഖിയാമിൽ ലൈൽ വഹുവ ഹദീസുൻ മഅലൂലുൻ അലാ അന്നഹു ലൈസ സരീഹൻ ഫിൽ ഇഖ്തിസാരി അലാ തസ്ലീമത്തിൽ വാഹിദ. അതായത് ഒരു ഭാഗത്തേക്ക് മാത്രം സലാം വീട്ടി എന്നുള്ള ആ റിവായത്തുകളെല്ലാം ഒരുപാട് ന്യൂനതകളുള്ള, കുറവുകളുള്ളതാണ്, സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർള് നിസ്കാരത്തിൽ സലാം വീട്ടിയിരുന്നത് രണ്ട് ഭാഗത്തേക്കുമായിട്ടാണ്, വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് വകാന യദ്ഉ ഫീ സ്വലാത്തിഹി ഫയഖൂൽ, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ പ്രാർത്ഥിച്ചിരുന്ന, അഥവാ തശഹുദിന് ശേഷം സലാം വീട്ടുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്ന ചില ദുആകളാണ് ഇനി പറയുന്നത്. അതിൽ പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അള്ളാഹുവെ, ഖബറിന്റെ ശിക്ഷയിൽ തൊട്ട് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു, മസീഹ് ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് രക്ഷ തേടുന്നു. വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യാ വ ഫിത്നത്തിൽ മമാത്ത്, ജീവിതത്തിലെയും മരണത്തിലെയും പരീക്ഷണങ്ങളെ തൊട്ട്, ഫിത്നകളെ തൊട്ട് ഞാൻ രക്ഷ തേടുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റമി, അള്ളാഹുവെ, പാപങ്ങൾക്ക് കാരണമാകുന്ന അവസ്ഥയെ തൊട്ടും കടബാധ്യതകൾ അതിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയെ തൊട്ടും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ട്. ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഇത് സ്വഹീഹ് ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളിൽ വന്നിട്ടുള്ള ദുആ ആണ്. നമുക്കറിയാം 4 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി, രക്ഷ തേടാൻ വേണ്ടി. അതേതൊക്കെയാണ്? ഒന്ന്, അദാബുൽ ഖബർ, ഖബറിലെ ശിക്ഷയുണ്ട്, ആ ശിക്ഷയെ തൊട്ടുള്ള രക്ഷ തേടൽ. രണ്ടാമത്തേത് മസീഹ് ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് രക്ഷ തേടൽ. അതുപോലെ തന്നെ ജീവിതത്തിലെയും മരണത്തിലെയും ഫിത്നകളെ തൊട്ട് രക്ഷ തേടുക എന്നുള്ളത് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ ദുആ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അതിൽ 2 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, പാപങ്ങൾക്ക് കാരണമാകുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ കടബാധ്യത എന്നുള്ളത്. അതാണ് മഗ്റം, കടബാധ്യതയെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി ദുആ ചെയ്യാറുണ്ടായിരുന്നു. ധാരാളം ദുആകളിൽ കടബാധ്യതയെ തൊട്ട് ദുആ ചെയ്യൽ വന്നിട്ടുണ്ട്. പലരും പറയാറുണ്ട് ഉലമാക്കൾ, മാ അക്സറ മാ തസ്തഈദു മിനൽ മഗ്റം, എത്രയാണ് കടബാധ്യതയിൽ നിന്ന് രക്ഷ തേടിയിട്ടുള്ളത്. കാരണം ഒരാൾ കടബാധിതനായി കഴിഞ്ഞാൽ അവന്റെ അവസ്ഥയെ പറ്റി ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇന്നർ റജുല ഇദാ ഗരിമ ഹദ്ദസ ഫകദബ വവഅദ ഫഅഖലഫ. ഒരാൾ കടബാധിതയിൽ ആഴ്ന്നു പോയാൽ, അതിൽ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ പറഞ്ഞാൽ അത് കളവാകും, അവൻ കളവ് പറയേണ്ട അവസ്ഥ വരും. അവൻ വാഗ്ദാനം പറഞ്ഞാൽ അത് ലംഘിക്കേണ്ട അവസ്ഥയും അവന്റെ മേലെ ഉണ്ടാകും. അപ്പോൾ വലിയൊരു പരീക്ഷണമാണ് കടബാധ്യത എന്ന്. അല്ലാഹു തആല, നമ്മൾ പലരും കടബാധ്യത കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അല്ലാഹു തആല അവർക്ക് വിശാലത നൽകട്ടെ, എളുപ്പമാക്കി കൊടുക്കട്ടെ.
അപ്പോ ആ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലക്ഷ്യ തേടാറുണ്ടായിരുന്നു നിസ്കാരത്തിൽ. വകാന യഖൂലു അയ്ളൻ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുള്ള മറ്റൊരു ദുആ തശഹൂദിന്റെയും തസ്ലീമിന്റെയും ഇടയിലുള്ള പറയുന്നത് കേട്ടോ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ദംബി വവസ്സിഅ ലി ഫീ ദാരി വബാരിക് ലി ഫീമാ റസഖ്തനി. അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ദംബി, അല്ലാഹു എന്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു നൽകണമേ. വവസ്സിഅ ലി ഫീ ദാരി, എന്റെ വീട് എനിക്ക് വിശാലമാക്കി തരണമേ. അഥവാ അവനക്ക് വലിയ വീട് വേണമെന്നല്ല അതിന്റെ ഉദ്ദേശം. അവന്റെ വീട് അവൻ ഏറ്റവും സുരക്ഷിത നൽകുന്ന, അവന് സംരക്ഷണം നൽകുന്ന ഒരു വീട് കൊണ്ട് ഒരാൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ലഭിക്കുന്ന രീതിയിൽ വിശാലതയുള്ളതാക്കണമേ. വബാരിക് ലി ഫീമാ റസഖ്തനി, നീ എനിക്ക് റിസ്ഖായി നൽകിയിട്ടുള്ള, ഉപജീവനമായി നൽകിയിട്ടുള്ള കാര്യങ്ങളിൽ നീ ബറക്കത്ത് ചൊരിയണമേ. ഏതൊരു കാര്യവും അള്ളാഹുവിന് ലഭിക്കുന്ന ഏതൊരു അനുഗ്രഹവും ഒരാൾക്കുള്ള റിസ്ഖാണ്, അതിൽ എല്ലാം ബറക്കത്ത് ചൊരിയണമേ. ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. വകാന യഖൂൽ, അതുപോലെ മറ്റൊരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹൂദിന് ശേഷം ചൊല്ലാറുണ്ടായിരുന്നത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ, അല്ലാഹുവേ കാര്യങ്ങളിൽ ഒരു സ്ഥിരതയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വൽ അസീമത അലർ റുഷ്ദ്, നേരായ മാർഗത്തിൽ ഒരു ദൃഢതയെ ചോദിക്കുന്നു. വസ്അലുക ശുക്ര നിഅമതിക്, നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ അതിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വസ്അലുക ഹുസ്ന ഇബാദതിക്, ഏറ്റവും നല്ല രീതിയിൽ നിന്നെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖിനെ ചോദിക്കുന്നു. വസ്അലുക ഖൽബൻ സലീമൻ, ഒരു വക്രതയില്ലാത്ത സുരക്ഷിതമായിട്ടുള്ള ഒരു ഖൽബിനെ നിന്നോട് ചോദിക്കുന്നു. വസ്അലുക ലിസാനൻ സാദിഖൻ, സത്യസന്ധമായിട്ടുള്ള ഒരു നാവിനെ നിന്നോട് ചോദിക്കുന്നു. വസ്അലുക മിൻ ഖൈരി മാ തഅലം, നിനക്കറിയുന്ന എനിക്ക് ഖൈറായിട്ടുള്ള എല്ലാ കാര്യത്തെയും ഞാൻ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരി മാ തഅലം, എനിക്ക് ഷർറാണെന്ന് നിനക്കറിയുന്ന എല്ലാ കാര്യത്തെ തൊട്ടും ഞാൻ രക്ഷ തേടുന്നു. വസ്തഗ്ഫിറുക ലിമാ തഅലം, നിനക്കറിയുന്ന എന്റെ എല്ലാ കുറവുകളെ തൊട്ടും ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ട്. വളരെ അർത്ഥവത്തായിട്ടുള്ള ദുആ ആണിത്. വളരെ ആശയത്തിൽ വളരെയധികം ഈ ദുആഇനെ തന്നെ ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹുവിന്റെ ഹദീസിൽ ഏതർത്ഥത്തിൽ കാണാം? ജനങ്ങൾ സ്വർണവും വെള്ളിയും എല്ലാം ഒരുമിച്ച് കൂട്ടുമ്പോൾ നീ ഇതെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു ദുആ ആണിത്. നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട ദുആ ആണ്. പലപ്പോഴും നമ്മളെല്ലാവർക്കും അശ്രദ്ധമായി പോകുന്ന ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള സ്ഥിരപ്പെട്ട ദുആകൾ പഠിക്കുന്നതിൽ ഒരു മടി, ഒരു അലസത, ഒരു അലംഭാവം, അല്ലെങ്കിൽ ആ ദുആകളുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ എങ്ങനെയാണോ നമുക്ക് ധാരാളം സൗകര്യങ്ങളുണ്ട്. അതുപോലെ ഓരോ ദുആകൾ പുതുതായി പഠിച്ച് നിസ്കാരത്തിലും അതല്ലാതെയും ആ ദുആകളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ അതിനോട് ഒരു പ്രത്യേക താല്പര്യം കാണിക്കാത്തൊരവസ്ഥ പല ആളുകളിലും പൊതുവെ കണ്ടുവരാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു നേട്ടവും നമുക്ക് നേടാൻ സാധിക്കില്ല, അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ. അത് നമ്മുടെ കച്ചവടത്തിൽ ലാഭം നേടുന്നതാണെങ്കിലും, അതിന് അപ്പുറത്തേക്ക് നമ്മുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കുന്നിടത്താണെങ്കിലും, നമ്മുടെ മക്കൾ നല്ല രീതിയിലാകാനാണെങ്കിലും, ഏത് മേഖലയിലാണെങ്കിലും അള്ളാഹുവിന്റെ സഹായം വേണം. അപ്പൊ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് എല്ലാ ഖൈറിന്റെയും മിഫ്താഹാണ്, താക്കോലാണ്. അള്ളാഹുവിൽ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? ദുആ ആണ്. ആ ദുആയിൽ തന്നെ ഏറ്റവും സ്വീകരിക്കപ്പെടാൻ സാധ്യതയുള്ള ദുആ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നമ്മൾ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ എന്നല്ല, പ്രാർത്ഥിക്കാം, അറിയാത്തവർക്ക് ചോദിക്കാം. പക്ഷേ അതിനേക്കാളെല്ലാം സ്വീകരിക്കപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ള മനോഹരമായിട്ടുള്ള ആശയങ്ങളുള്ള ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പോൾ കഴിവിന്റെ പരമാവധി ആഴ്ചയിൽ ഒരു ദുആ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ മാസത്തിൽ 2 or 1 ഓരോരുത്തരുടെ കഴിവ് വ്യത്യസ്തമായിരിക്കും. ദുആ പഠിച്ച് ആ ദുആ നമ്മുടെ ജീവിതത്തിൽ അമലാക്കി സുന്നത്ത് നിസ്കാരങ്ങളിലെല്ലാം തശഹൂദിന്റെ സമയത്ത് കുറച്ചു നേരം കൂടി ഇരുന്ന്, ഫർളിൽ നമുക്കൊരു പരിധി ഉണ്ടാവും. സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് കുറച്ചു നേരം തശഹൂദും സലാത്തും കഴിഞ്ഞ് 4 കാര്യങ്ങൾ രക്ഷ തേടിയിട്ട് നമുക്കറിയുന്ന ദുആകൾ ഇങ്ങനെ പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ സുജൂദുകളിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാവും, വലിയ മാറ്റം ഉണ്ടാവും. നമ്മൾ ദീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടമാകണം, നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടു നടക്കാൻ പറ്റണം. അത് കേവലം സംസാരം കൊണ്ട് മാത്രമാവരുത്. ദീനിനെ പറ്റി സംസാരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ദീനിന്റെ വേഷത്തിൽ നടക്കുന്ന രൂപത്തിൽ നടക്കുന്ന ഒരാളാണ്, അത് മാത്രമല്ല ദീനിന്റെ അടയാളം.
ഇതുപോലെ അള്ളാഹുവിനോട് താഴ്മ കാണിക്കുന്നതിൽ, അള്ളാഹുവിനോട് ചോദിക്കുന്നതിൽ, ഈ ദുആകൾ പഠിക്കുന്നതിൽ, തേടുന്നതിൽ, ഇതിലെല്ലാം നമ്മുടെ ദീനിന്റെ താല്പര്യങ്ങളെ കൂടുതൽ നമ്മൾ പരിഗണിച്ചാൽ വലിയ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ദുആ തന്നെ എത്ര വലിയ ആശയങ്ങളാണുള്ളത്. എന്തെല്ലാം കാര്യങ്ങളാണ് ദുആ ചോദിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമസ്കാരത്തിൽ നമുക്ക് ഈ ദുആ അള്ളാഹുവിനോട് തേടാൻ സാധിച്ചാൽ എന്ത് വലിയ ഖൈറാണ് ഉണ്ടാവുക, എന്ത് വലിയ ഖൈറാണ് ഉണ്ടാവുക. അപ്പൊ എല്ലാവരും അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് പകർത്താനും ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. والمحفوظ في أدعية في الصلاة كلها بلفظ الإفراد എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, നിസ്കാരത്തിലെ ദുആകൾ വന്നിട്ടുള്ളതെല്ലാം ഇഫ്രാദിന്റെ രൂപത്തിലാണ്, അഥവാ എന്നെ എന്നുള്ള രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അതായത് അല്ലാഹുമ്മ ഗഫിർലി, എനിക്ക് പുറത്തു തരണേ എന്നർത്ഥം. അല്ലാഹുമ്മ ഗഫിർ ലനാ എന്ന് പറഞ്ഞാലോ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്നർത്ഥം. പക്ഷെ നിസ്കാരത്തിൽ വന്നിട്ടുള്ള ദുആകളെല്ലാം ഇഫ്രാദിന്റെ രൂപത്തിലാണ് വന്നിട്ടുള്ളത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. നിസ്കാരത്തിലെ ദുആകളെല്ലാം വന്നിട്ടുള്ളത് എനിക്ക് പുറത്ത് നൽകണമേ, എനിക്ക് നൽകണമേ എന്ന രൂപത്തിലാണ്. ബാക്കിയുള്ള ദുആകൾ ഇപ്പോ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, എന്താ അർത്ഥം? ഞങ്ങൾക്ക് എന്നുള്ള ആശയത്തിലാണ് വന്നിട്ടുള്ളത്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്താ വന്നിട്ടുള്ളത്? ഞങ്ങൾക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ അല്ലാതെ നിസ്കാരത്തിൽ പ്രത്യേകമായിട്ട് ദുആകൾ അടിമയും അള്ളാഹു മാത്രമായിട്ടുള്ള സംസാരമാണ്. ഇഫ്രാദിന്റെ ഒറ്റക്ക് പറയുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്, ഏകവചനത്തിലാണ് വന്നിട്ടുള്ളത്. വകാന ഇദാ ഖാമ ഫി സ്വലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ തല താഴ്ത്തിയാണ് നിൽക്കാറുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിസ്കാരത്തിന്റെ സമയത്ത് എവിടെയാണ് നോക്കേണ്ടത്? സുജൂദിന്റെ സ്ഥലത്തേക്കാണ് നോക്കേണ്ടത്. തശഹുദിൽ എത്തിക്കഴിഞ്ഞാൽ, വിരൽ ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ ചൂണ്ടുവിരലിന്റെ ഭാഗത്തേക്കുമാണ് നോക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ തല താഴ്ത്തിയാണ് നിൽക്കാറുണ്ടായിരുന്നത്. നിസ്കാരത്തിൽ മേൽപോട്ട് നോക്കുക എന്നുള്ളത് ഗൗരവമുള്ള താക്കീത് വന്നിട്ടുള്ളതാണ്. കാഴ്ച എടുത്തു മാറ്റപ്പെടുന്ന രീതിയിലുള്ള താക്കീത് വന്നിട്ടുള്ള വിഷയമാണ്. നിസ്കാരത്തിൽ ചില ആളുകൾക്ക് തീരെ അറിയില്ല. അത് ആൾക്കാർ ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കി നിസ്കരിക്കുന്നത് കാണാം. അങ്ങനെയല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം തല താഴ്ത്തിക്കൊണ്ടാണ് നിസ്കരിക്കാറുണ്ടായിരുന്നത്, ആ പിന്നെ സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട്. ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, കണ്ണുകൊണ്ട് മാത്രം സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ മതിയോ അതോ തല താഴ്ത്തണോ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്ന സന്ദർഭത്തിൽ തല താഴ്ത്തിക്കൊണ്ടാണ് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കാറുണ്ടായിരുന്നത്. ദക്കറു അഹ്മദ്, ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള പിന്നെ റിവായത്തുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. വകാന ഫി തശഹുദി ലാ യുജാവിസു ബസറഹു ഇശാറതഹു, തശഹുദിന്റെ സമയമാകുമ്പോൾ പിന്നെ എങ്ങോട്ടാ നോക്കാറുള്ളത്? വിരലിന്റെ അങ്ങോട്ടുമാണ് നോക്കാറുള്ളത്. വഖദ് ജഅല അല്ലാഹു ഖുറത ഐനിഹി വനഈമഹു ഫിസ്സലാ, അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൺകുളിർമ ആക്കിയതും അതുപോലെ തന്നെ വലിയൊരു അനുഗ്രഹമാക്കിയതും നിസ്കാരമാണ്. വകാന യഖൂൽ, അവിടുന്ന് പറയാറുണ്ടായിരുന്നു, യാ ബിലാൽ അരിഹ്നാ ബിസ്സലാ, ബിലാൽ നിസ്കാരം കൊണ്ട് നമുക്ക് റാഹത്ത് നൽകൂ എന്ന് പറയാറുണ്ടായിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള വാക്കാണ്. കാരണം നിസ്കാരം എന്നുള്ളത് വളരെ മഹത്തായിട്ടുള്ള അള്ളാഹും അടിമയും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്ന ഒരു ഇബാദത്താണ് നിസ്കാരം. മുനാജാത്താണ്, അള്ളാഹുവിനോടുള്ള രഹസ്യമായിട്ടുള്ള സംഭാഷണമാണ്, അള്ളാഹുവിനോടുള്ള കരാർ പുതുക്കുന്ന ഒരു അമലാണ് നിസ്കാരം. എന്താണ് അള്ളാഹുവിനോടുള്ള കരാർ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അത് ഓരോ നിസ്കാരത്തിലും അടിമ പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹു 7 ആകാശത്തിൽ നിന്ന് മറുപടി പറയും. ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇതാണ് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാർ എന്ന് അള്ളാഹു തആല പറയും. അപ്പോ നിസ്കാരം എന്നുള്ളത്, നിസ്കാരത്തിൽ എത്രത്തോളമാണോ നമുക്ക് ശ്രദ്ധയോടുകൂടി നിസ്കരിക്കാൻ സാധിക്കുന്നത്, അതിലൊരു കണിശത കാണിക്കുന്നത്, അങ്ങനെ ഫർള് കഴിഞ്ഞാൽ ഐച്ഛികമായ രാത്രി നിസ്കാരങ്ങളും അതുപോലെ റവാത്തിബുകളും ദുഹാ നിസ്കാരങ്ങളും എല്ലാം നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നത്, അതെല്ലാം അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ ഒരു അടയാളമാണ്, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുനിയാവിൽ കൺകുളിർമയായിട്ടുള്ളത്, ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത് നിസ്കാരമായിരുന്നു. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ അന്നിസാഉ വത്തീബ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ളത് സ്ത്രീകളാണ്, അഥവാ അവിടുത്തെ ഭാര്യമാരാണ്, അതുപോലെ തന്നെ തീബ് അത്തറുകളാണ്, സുഗന്ധമാണ്. വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ കൺകുളിർമയാക്കിയിട്ടുള്ളത് പക്ഷെ നിസ്കാരത്തിലാണ്.
അഥവാ ദുനിയവിയായിട്ടുള്ള കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് എന്താണ്? എനിക്ക് കൺകുളിർമയായിട്ടുള്ളത്, എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് അത് നിസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത, മാനസികമായിട്ട് എന്തെങ്കിലും ചിന്തയോ ഹമ്മോ അസ്വസ്ഥതകളോ വരുന്ന സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലേക്ക് മുന്നിടുമായിരുന്നു. സ്വഹാബികളിൽ നിന്നും സലഫുകളിൽ നിന്നും അതുപോലെയുള്ള കാണാം. സഹാബികൾ ചില ആളുകളുടെ ചരിത്രം കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആണോ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ആണോ സംശയമുണ്ട്. കാല് മുറിച്ചു കളയേണ്ട ഒരവസ്ഥ വന്ന സന്ദർഭത്തിൽ വരെ അദ്ദേഹം ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് ചെയ്താൽ മതി, അതല്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയത്ത് ഞാനത് അറിയില്ല എന്ന് പറഞ്ഞ് നിസ്കരിച്ചിരുന്ന ഒരു കാണാം. അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകനായിട്ടുള്ള സൈനുൽ ആബിദീൻ, അദ്ദേഹം ഒരു ദിവസം നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ വീടിന് തീ പിടിച്ചിട്ട് ആളുകൾ വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹം അറിയാതെ നിസ്കാരത്തിൽ തുടർന്നു പോയത്. അതുപോലെ ധാരാളം സലഫുകൾ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് യുദ്ധത്തിന് യാത്രയിൽ രാത്രി കാവൽ നിന്ന രണ്ട് സ്വഹാബികൾ, ഒരു മുഹാജിറായ സ്വഹാബി, ഒരു അൻസാരിയായ സ്വഹാബി, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാവൽ നിൽക്കുമ്പോൾ ഒരു സ്വഹാബി നിൽക്കുന്ന സമയത്ത് ശത്രു വന്ന് അമ്പെയ്തു. പക്ഷേ അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തായിരുന്നു, നിസ്കരിക്കുകയായിരുന്നു. അദ്ദേഹം നിസ്കാരം ഒഴിവാക്കിയില്ല. രണ്ടാമത്തെ അമ്പ് ചെയ്തു, അപ്പോൾ നിസ്കാരം ഒഴിവാക്കിയില്ല. മൂന്നാമത്തെ അമ്പ് ചെയ്തു, നിസ്കാരം ഒഴിവാക്കിയില്ല. നിസ്കാരത്തിൽ ഖുർആൻ പാരായണം തന്നെ തുടർന്നു. അപ്പൊ ശത്രു പേടിച്ചു പോയി. അവസാനം ആ നിസ്കാരം അവസാനിപ്പിച്ച് സലാം വീട്ടിയിട്ട് മറ്റേ ആളെ വിളിച്ചപ്പോൾ രക്തം വാർന്നൊലിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, നിനക്ക് ആദ്യത്തെ അമ്പ് തറച്ചപ്പോൾ തന്നെ എന്നെ വിളിക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ അസ്ഹാബി പറയാൻ ഖുർആൻ പാരായണം ചെയ്യായിരുന്നു, അപ്പൊ എനിക്കത് ഒഴിവാക്കാൻ തോന്നിയില്ല, നിസ്കാരം പൂർത്തീകരിച്ചിട്ട് വിളിക്കാമെന്ന് കരുതിയെന്ന്. അത്രത്തോളം നിസ്കാരത്തിൽ ശ്രദ്ധയുണ്ടായിരുന്ന ആളുകളായിരുന്നു സഹാബികളും സലഫുകളും. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നിസ്കാരത്തിൽ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അതൊരു റാഹത്തായിട്ട്, അഥവാ എന്തെങ്കിലും ഒരു ചിന്തയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ വരുന്ന സമയത്ത് അതിനൊരു സമാധാനം കണ്ടെത്താൻ നിസ്കാരത്തെ തെരഞ്ഞെടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാറുണ്ട്, യാ ബിലാൽ അരിഹ്നാ ബിസ്സലാ. ബിലാൽ റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅദ്ദിനാണ്. അപ്പോ നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് നൽകാൻ പറഞ്ഞാൽ നിസ്കാരം കൊണ്ട് നമുക്കൊരു റാഹത്ത് നൽകൂ എന്ന് ബിലാൽ റളിയല്ലാഹുവിനോട് പറയാറുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിങ്ങൾ നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക. ഖുശൂ ഇല്ലാത്ത ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഖുശൂ ഉണ്ടെങ്കിലാണ് നിസ്കാരത്തിൽ അതിന്റെ ആസ്വാദനം നമുക്ക് ലഭിക്കുക. അള്ളാഹുവിന് മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തിൽ, എന്താണ് പറയുന്നത് എന്നുള്ള ബോധത്തിൽ ആ ശ്രദ്ധയോടുകൂടി നിസ്കരിക്കുമ്പോഴാണ് അത് ഭാരമില്ലാതെ ആസ്വാദനമായി നമുക്ക് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ നിസ്കാരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിലാണ് കണ്ടിരുന്നത്. എന്നിട്ട് പറയാണ്, വലം യശ്ഗൽഹു ദാലിക അൻ മുറാഅത്തിൽ മഅ്മൂമീൻ മഅ കമാലി ഹുദൂരി ഖൽബിഹി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമ് നിന്ന് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഈ ശ്രദ്ധയോടുകൂടി നിസ്കരിക്കുമ്പോൾ തന്നെ മഅ്മൂമികളുടെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിക്കുന്നോ അല്ലെങ്കിൽ അവരുടെ കാര്യം നോക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വീഴ്ച വരാറില്ല, ഹുദൂറുൽ ഖൽബ് ഉള്ളതിനോടൊപ്പം തന്നെ. അഥവാ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധത്തിലും ചിന്തയിലുമാണ് നിസ്കരിക്കാൻ നിൽക്കുക. അതേസമയം നിസ്കാരത്തിലേക്ക് നിൽക്കുന്നതിന് മുമ്പ് മഅ്മൂമിങ്ങളോട് സ്വഫ് തയ്യാറാക്കാൻ പറയലും അതുപോലെ തന്നെ ആ കാര്യങ്ങൾ ചെയ്യാൻ പറയലും മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിക്കാറുമുണ്ടായിരുന്നു. അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ് ഇനി പറയുന്നത്. വകാന യദ്ഖുലു ഫിസ്സലാത്തി വഹുവ യുരീദു ഇതാലതഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സമയങ്ങളിൽ നിസ്കരിക്കാൻ ആരംഭിക്കും. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുണ്ടാവും കുറച്ച് ദീർഘമായിട്ട് നിസ്കരിക്കണം, കുറച്ച് കൂടുതൽ പാരായണം ചെയ്ത് റുക്കൂഉം സുജൂദും എല്ലാം അധികരിപ്പിച്ച് നിസ്കരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും. ഫയസ്മഉ ബുകാഅ അസ്സബി. ആ സമയത്തായിരിക്കും ചിലപ്പോൾ ചെറിയ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുക. നബി നിസ്കരിക്കുന്ന ആ സമയത്ത് നമുക്കറിയാം, പിന്നിൽ പുരുഷന്മാരുണ്ടാവും, അതിന് പിന്നിൽ കുട്ടികൾ ഉണ്ടാവും, അതിന് പിന്നിൽ സ്ത്രീകളുണ്ടാവും. അപ്പൊ സ്ത്രീകളോടൊപ്പം ചിലപ്പോൾ ചെറിയ കുട്ടികളെല്ലാം വന്നിട്ടുണ്ടാവും. അപ്പൊ ചെറിയ കുട്ടികളുടെ എല്ലാം കരച്ചിൽ കേൾക്കും. ഫയുഖഫിഫുഹാ മഖാഫത അൻ യശുഖ അലാ ഉമ്മിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ട്? ആ കരച്ചിൽ കേട്ടിട്ട് ആ ഉമ്മമാർക്കൊരു ബുദ്ധിമുട്ടാകണ്ട. സ്വാഭാവികമായിട്ടുണ്ടാവും, ഒരു കുട്ടീനെ കൊണ്ടുവന്ന് ഉമ്മ ബസ്സിൽ നിസ്കരിക്കുന്ന സമയത്ത് കുട്ടി കരയുമ്പോൾ ഉമ്മമാർക്ക് എന്തായിരിക്കും? ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ആ ഉമ്മമാർക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മറ്റു പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നത് കൊണ്ട് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഘുവാക്കാറുണ്ട്. ഉദ്ദേശിച്ച അത്ര
ദീർഘിച്ച് നിസ്കരിക്കാതെ ഒന്നുകൂടിയും ചുരുക്കിക്കൊണ്ട് തന്നെ നിസ്കാരം അവസാനിപ്പിക്കാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുന്ന പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി നിസ്കരിക്കുമ്പോഴും കൽബിൽ പൂർണ്ണമായ ഖുശൂ ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മഅ്മൂമീങ്ങളുടെ അവസ്ഥകളെ പരിഗണിക്കാറുണ്ടായിരുന്നു. മറ്റൊരു സംഭവം കാണാം നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. വകദാലിക കാന യുസല്ലി, ഇതെല്ലാം ഹദീസ് ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ഹദീസ് കാണാം, ഇന്നി ല അദ്ഖുലു ഫിസ് സ്വലാത്തി വ അന ഉരീദു ഇത്വാലതഹ എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. നമ്മൾ വായിക്കുന്നില്ല, ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. വകദാലിക കാന യുസല്ലി അൽ ഫർള വഹുവ ഹാമിലുൻ ഉമാമത ബിൻത് ഇബ്നതിഹി അലാ ആതിഖിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകളുടെ മകളായിട്ടുള്ള ഉമാമയെ എടുത്തുകൊണ്ട് തന്റെ തോളിൽ എടുത്തുകൊണ്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു. നിസ്കരിക്കുമ്പോൾ തന്നെ ചെറിയ കുട്ടിയെ തോളിൽ എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുണ്ട്. ഇദാ ഖാമ ഹമലഹ, നിൽക്കുന്ന സമയത്ത് തോളിലായിട്ട് എടുക്കും. വഇദാ റകഅ വസജദ വളഅഹ, റുക്കൂ ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യുമ്പോഴും താഴെ വെക്കാറുണ്ട്. അപ്പൊ കുട്ടികളെ എടുത്ത് നിസ്കരിക്കാൻ അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ പൂർണ്ണമായി അള്ളാഹുവിന് മുമ്പ് നിൽക്കുകയാണ് എന്നുള്ള ശ്രദ്ധയോടുകൂടി കൺകുളിർമയായി നിസ്കരിക്കുമ്പോൾ തന്നെയും ഇതുപോലെയുള്ള കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് വകാന യുസല്ലി ഫയജീഉൽ ഹസനു വൽ ഹുസൈനു ഫയർകബാനി അലാ വഹ്രിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ പേരക്കുട്ടികളായിട്ടുള്ള ഹസനും ഹുസൈനും വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതുകിൽ കയറിയിരിക്കും. ഫയുതീലു സജ്ദത കറാഹിയത അയുൽഖിയഹു അൻ വഹ്രിഹി, അവരെ മുതുകിൽ നിന്ന് ഇറക്കുന്നത്, അവരെ ഇറക്കി വിടുന്നത് അതിനോടൊരു താല്പര്യമില്ലാത്തത് കൊണ്ട്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് സുജൂദ് ദീർഘിപ്പിക്കാറുണ്ടായിരുന്നു. ആ സുജൂദിന്റെ രൂപത്തിൽ തന്നെ അവർ ഇറങ്ങി പോകുന്നവരെ അങ്ങനെ തന്നെ ഉണ്ടാവാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ വകാന യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ ഫതജിഉ ആയിഷ, വീട്ടിൽ സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വരികയാണ്. ഫയംഷി ഫയഫ്തഹു ലഹൽ ബാബ്, നിസ്കാരത്തിൽ തന്നെ നടന്നുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാതിൽ തുറന്നു കൊടുത്ത് സുമ്മ യർജിഉ ഇലാ മുസല്ല, നിസ്കാരത്തിലേക്ക് തന്നെ മടങ്ങി വരാറുണ്ടായിരുന്നു. അഥവാ വീട്ടിൽ സുന്നത്തായ നിസ്കാരം നിസ്കരിക്കുമ്പോൾ ഖിബ്ലയുടെ ഭാഗത്താണ് വാതിലുള്ളത് എങ്കിൽ അയാൾക്ക് നിസ്കരിക്കുമ്പോൾ തന്നെ ആ വാതില് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വാതിൽ തുറന്നു കൊടുത്ത് തിരിച്ച് നിസ്കരിക്കുന്ന സ്ഥലത്ത് വന്ന് നിസ്കരിക്കാൻ തുടരാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നു. വീട്ടിൽ നിസ്കരിക്കുമ്പോൾ ഖിബ്ലയുടെ ഭാഗത്താണ് വാതിലുള്ളത്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ആയിക്കൊണ്ട് തന്നെ ആ വാതിൽ മുന്നോട്ട് പോയി തുറന്നു കൊടുത്ത് തിരിച്ച് ആ നിസ്കാരം തുടർന്നതായി ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്, ചെയ്യൽ അനുവദനീയവുമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിസ്കരിക്കുമ്പോൾ തന്നെ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നതായി വന്നിട്ടുണ്ട്. വകാന യറുദ്ദു സലാമ ബിൽ ഇശാറതി, അതുപോലെ തന്നെ നിസ്കരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് സലാം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ച്, അഥവാ കൈ കെട്ടുകയോ മറ്റു ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കൈ ഈ തരത്തിൽ ഉയർത്തിക്കൊണ്ട്, ഇങ്ങനെയല്ല ഈ തരത്തിൽ കൈ വെച്ച് ഉയർത്തിക്കൊണ്ട് സലാം വീട്ടിയതായിട്ട് അറിയിക്കാറുണ്ടായിരുന്നു. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണെങ്കിൽ ആരെങ്കിലും വന്ന് സലാം പറഞ്ഞാൽ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് സലാം വീട്ടിയതായിട്ട് കാണിക്കാറുണ്ടായിരുന്നു. വഅമ്മ ഹദീസ്, എന്നാൽ ഒരു ഹദീസ് കാണാം, മൻ അശാറ ഫീ സ്വലാത്തിഹി ഫൽയുഇദ്ഹാ, ആരെങ്കിലും നിസ്കാരത്തിൽ ആംഗ്യം കാണിച്ചാൽ അവൻ നിസ്കാരം ആവർത്തിച്ച് ഒന്നുകൂടി നിസ്കരിക്കട്ടെ എന്നുള്ള ഹദീസുൻ ബാത്തിലുൻ, ബാത്തിലായിട്ടുള്ള ഒരു ഹദീസാണ് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട്, അത് ദഈഫ് ആയതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിസ്കാരത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആവശ്യമായ ഘട്ടത്തിൽ അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിന്റെ ഹുദൂറുൽ ഖൽബിനെയോ ഖുശൂഇനെയോ ബാധിക്കാത്ത രീതിയിൽ തന്നെ ഇത് രണ്ടും ജമഅ ചെയ്തതായി കാണാം. അതുപോലെ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്ന, നിസ്കാരത്തിന് പുറത്തായിട്ട് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ, വകാന യൻഫുഖു ഫീ സ്വലാത്തിഹി, നിസ്കാരത്തിൽ നഫ്ഖ് ചെയ്യാറുണ്ട്. നഫ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘമായിട്ട് ശ്വാസം വലിക്കുന്നതിനെ പറയാം. നമ്മൾ ഒരു ക്ഷീണമൊക്കെ കാരണം ദീർഘമായിട്ട് ശ്വാസം വലിക്കുമല്ലോ, ആ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ദക്കറഹു അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം. വകാന യബ്കി ഫീഹാ, നിസ്കാരത്തിൽ കരയാറുണ്ടായിരുന്നു. ഖുർആനിലെ ആയത്തുകൾ പലതും പാരായണം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാറുണ്ട്. അതുപോലെ ദുആകളിലും സുജൂദുകളിലും എല്ലാം കരയാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വയതനഹ്നഹു ലിഹാജത്തിൻ,
എന്തെങ്കിലും ആവശ്യമുള്ള സന്ദർഭത്തിൽ തനഹ്നഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കില്ല, അതിനാ പറയാ തനഹ്നഹ, നമ്മൾ തൊണ്ടയിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കുന്നത്. അങ്ങനെ ചില ആവശ്യ സമയത്ത് ചെയ്യാറുണ്ടായിരുന്നു. അതെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹദീസ് വന്നിട്ടുള്ളത് നസായി, ഇബ്നു മാജ, അഹ്മദ് എന്നിവർ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, കാന ലി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅത്തുൻ ആതീഹി ഫീഹാ, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരാൻ അനുവാദമുള്ള എനിക്ക് കുറച്ച് സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകാറുണ്ടായിരുന്നു. ഫൈദാ അതൈതുഹു ഇസ്തഅ്ദൻതു, അങ്ങനെ ഞാൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ കയറാൻ വേണ്ടി അനുവാദം ചോദിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊണ്ടയിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് അനുവാദം നൽകുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തിൽ ശബ്ദമുണ്ടാക്കി അകത്ത് കയറാൻ പറയുമായിരുന്നു. ഇൻ വജദ്തുഹു യുസല്ലി ഫതനഹ്നഹ ദഖൽതു, അങ്ങനെ ശബ്ദം ഉണ്ടാക്കിയാൽ ഞാൻ കയറും. വൈൻ വജദ്തുഹു ഫാരിഗൻ അദ്നലി, നിസ്കാരത്തെ അല്ലെങ്കിൽ എന്നോട് അല്ലാതെ തന്നെ അനുവാദം നൽകുമായിരുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ അങ്ങനെ ശബ്ദമുണ്ടാക്കാറുണ്ട് എന്തെങ്കിലും ആവശ്യത്തിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വകാന യുസല്ലി ഹാഫിയൻ താറതൻ വമുൻതഇലൻ ഉഖ്റാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെരുപ്പ് ഇടാതെയും നിസ്കരിക്കാറുണ്ട്, ചെരുപ്പ് ഇട്ടിട്ടും നിസ്കരിക്കാറുണ്ട്. രണ്ട് രീതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാറുണ്ടായിരുന്നു. ചെരുപ്പ് ഇടാതെ രൂപത്തിലും നിസ്കരിച്ചിട്ടുണ്ട്, ചെരുപ്പ് ഇട്ടിട്ടും നിസ്കരിച്ചിട്ടുണ്ട്. വഅമറ ബിസ്സലാത്തി ഫിന്നിആലി മുഖാലിഫതൻ ലിൽയഹൂദ്, ജൂതന്മാർക്ക് എതിരായി നിൽക്കാൻ വേണ്ടി ചെരുപ്പിട്ട് നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചെരുപ്പിട്ട് നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ മസ്ജിദ് എന്താണ്, മണ്ണും ചരൽക്കല്ലുകളുമാണ്. അപ്പോ അവിടെ എന്തായാലും ചെരുപ്പിട്ട് നിസ്കരിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ ഇന്ന് മസ്ജിദുകളിൽ നമ്മളിന്ന് കാണുന്നത് പോലെ കാർപ്പറ്റുകളും അതുപോലെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവരും ചെരുപ്പിട്ട് പുറത്ത് വന്ന് ചെരുപ്പിട്ട് വന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ കാർപ്പറ്റ് വൃത്തികേടാകാനും അല്ലെങ്കിൽ കേടുവരാനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോ അപ്പോൾ ഈ കാലഘട്ടത്തിൽ മസ്ജിദുകളിൽ എല്ലാവരും ചെരുപ്പിട്ട് നിസ്കരിക്കുക എന്നെല്ലാം അത് ധാരാളം കുഴപ്പങ്ങൾക്കാണ് കാരണമാവുക. അപ്പോൾ നമ്മൾ ചെരുപ്പിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കണം ഇടയ്ക്കെല്ലാം. ഏറ്റവും നല്ലത് നമ്മുടെ വീടുകളിൽ പിന്നെ രാത്രി നിസ്കാരമോ അല്ലെങ്കിൽ ഐച്ഛികമായ നിസ്കാരങ്ങളിലെല്ലാം ചെരുപ്പിട്ട് നിസ്കരിക്കാൻ ഇടയ്ക്കെല്ലാം ശ്രമിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. കാരണം ജൂതന്മാർ അവരുടെ ഇബാദത്ത് നിസ്കാരം പോലെയുള്ള ചെയ്യുന്ന സമയത്ത് ചെരുപ്പിട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് അവരോട് എതിരാകാൻ വേണ്ടി ഖാലിഫു അൽ യഹൂദ ഫഇന്നഹും ലാ യുസല്ലൂന ഫീ നിആലിഹിം വലാ ഖിഫാഫിഹിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യഹൂദന്മാരോട് എതിരാവുക, അവർ ചെരുപ്പിട്ട് നിസ്കരിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട്. വകാന യുസല്ലി ഫി ثوബിൽ വാഹിദി താറതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്ക് ഒറ്റ വസ്ത്രത്തിലായിക്കൊണ്ട് നിസ്കരിക്കാറുണ്ട്. നിസ്കരിക്കുമ്പോൾ നമുക്കറിയാം ഔറത്ത് മറക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ട കാര്യമാണ്. ഔറത്ത് മറക്കാതെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിഹാവുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കെല്ലാം ഒറ്റ വസ്ത്രം കൊണ്ട് നിസ്കരിക്കാറുണ്ട്. വഫി ثوബൈനി താറതൻ, രണ്ട് വസ്ത്രം കൊണ്ടും നിസ്കരിക്കാറുണ്ട്. വഹുവ അക്സർ, അതാണ് കൂടുതൽ. രണ്ട് വസ്ത്രങ്ങൾ കൊണ്ട് നിസ്കരിക്കാറായിരുന്നു അധികവും. അതായത് ഒരു വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അന്ന് സ്വഹാബികളുടെ കാലത്തുള്ള പല ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അവർക്ക് ചില ആളുകൾക്ക് ഒരു ഒറ്റ വസ്ത്രം ഉണ്ടാവുള്ളൂ, ഒരു മുണ്ട ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരു വസ്ത്രം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവര് നിസ്കരിക്കുന്ന സമയത്ത് പിരടി മറക്കണം, കഴുത്തിന്റെ പിൻഭാഗം മറയണം എന്നുള്ളത് കൊണ്ട് അവർ ഈ മുണ്ടിന്റെ രണ്ടറ്റം, ഒരറ്റം ഇങ്ങനെ എടുത്ത് മറ്റേ അറ്റം ഇങ്ങനെ എടുത്തിട്ട് കഴുത്തിൽ പെരടിയിൽ കെട്ടിയിട്ടാണ് നിസ്കരിക്കുമ്പോൾ മുണ്ടെടുക്കാറുള്ളത്. അല്ലാത്ത സമയത്ത് സാധാ പോലെ എടുത്താലും നിസ്കരിക്കുമ്പോൾ അങ്ങനെ കെട്ടി നിസ്കരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ പുരുഷന്മാർ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് സ്ത്രീകൾ എഴുന്നേൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് അങ്ങനെയാണ് വസ്ത്രം അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔറത്ത് മറയുന്ന ഒറ്റ വസ്ത്രത്തിലാണെങ്കിലും നിസ്കരിക്കാം. രണ്ട് വസ്ത്രങ്ങളായിട്ട് താഴെ ഭാഗത്തൊരു വസ്ത്രം, അതിന് മുകളിലൂടെ വേറെ വസ്ത്രമായിട്ടും നിസ്കരിച്ചിട്ടുണ്ട്. രണ്ട് വസ്ത്രങ്ങളോട് നിസ്കരിക്കലാണ് ഏറ്റവും ഭംഗിയുള്ളതും ഏറ്റവും പൂർണ്ണമായ രൂപവും. അധിക സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് നിസ്കരിക്കാറുണ്ടായിരുന്നത്. എന്നാൽ ഒറ്റ വസ്ത്രത്തിലും നിസ്കരിച്ചതായിട്ട് വന്നിട്ടുണ്ട്. വഖനത ഫിൽ ഫജ്രി ബഅദ റുകൂഇ ശഹ്റൻ ثم തറക, ഒരു മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിട്ടുണ്ട്. അതിനുശേഷം അത് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഖുനൂത്ത് നമുക്കറിയാം, റുക്കോയിന് ശേഷം നിന്നുകൊണ്ട്
അവസാനത്തെ നിസ്കാരത്തിന്റെ അവസാനത്തെ റക്അത്തിൽ റുക്കൂവിന് ശേഷമുള്ള നൃത്തത്തിൽ പ്രത്യേകമായി ദുആ ചെയ്യുന്നതിനാണ് ഖുനൂത്ത് എന്ന് പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാസത്തോളം ഫജ്ർ നിസ്കാരത്തിൽ ചെയ്തിരുന്നതായി വന്നിട്ടുണ്ട്. അതിനുശേഷം അത് ഒഴിവാക്കിയിട്ടുണ്ട്. വകാന ഖുനൂതുഹു ലിആരിളിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുനൂത്ത് ഓതിയിരുന്നത് എന്തെങ്കിലും സന്ദർഭഘട്ടത്തിലാണ്, എന്തെങ്കിലും ആവശ്യമുള്ള സമയത്താണ്. ഫലമ്മ സാല തറകഹു, ആ ഒരു അവസ്ഥ മാറിക്കഴിഞ്ഞാൽ അത് ഒഴിവാക്കിയിട്ടുമുണ്ട്. ഫകാന ഹദിഹു അൽ ഖുനൂത ഫി നവാസിൽ ഖാസതൻ വതർകഹു ഇൻദ അദ്മിഹാ, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാലാണ് ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നത്. ആ ആവശ്യം നീങ്ങിയാൽ അത് ഒഴിവാക്കാറുമുണ്ടായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം, ഖുനൂത്ത് ഓതിയിരുന്ന, ഖുർആൻ പഠിച്ചിരുന്ന ചില സഹാബികളെ വധിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ മക്കയിലുള്ള മുസ്ലിമീങ്ങളോട് മുശ്രിക്കീങ്ങൾ ഉപദ്രവം ചെയ്തതിന്റെ പേരിൽ, അങ്ങനെ ചില സന്ദർഭഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന്റെ അവസാനത്തെ റക്അത്തിൽ റുക്കൂവിന് ശേഷമുള്ള നൃത്തത്തിൽ പ്രത്യേകം ദുആ ചെയ്യാറുണ്ട്. അത് ഫജ്റിൽ ഒരു മാസം ചെയ്ത് അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതല്ലാതെ എല്ലാ നിസ്കാരങ്ങളിലും ചൊല്ലിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആ കാര്യം. ഒരു ആവശ്യ സന്ദർഭത്തിൽ ചൊല്ലാറുണ്ട്, അതെല്ലാം ഒഴിവാക്കാറുണ്ട്. അല്ലാതെ സ്ഥിരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ല. വലം യകുൻ യഖുസ്സുഹു ബിൽ ഫജ്രി, ഫജ്റിൽ മാത്രം പ്രത്യേകമാക്കിയിട്ട് സ്ഥിരമായി ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ല. ബൽ കാന അക്സറു ഖുനൂതിഹി ഫീഹി ലിഅജ്ലി മാ യുശ്റഉ ഫീഹി മിന അത്തൂലി, എന്നാൽ അധികവും ഖുനൂത്ത് ചൊല്ലിയിരുന്ന സന്ദർഭത്തിൽ കുറച്ചെങ്കിലും സ്ഥിരമായി ചൊല്ലാറുള്ളത് ഫജ്റിന്റെ ആണ്. അതിനുള്ള കാരണം എന്താണ്? ഫജ്റിൽ കുറച്ച് ദീർഘമായി, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യാറ് ഏത് നിസ്കാരത്തിലാണ്? ഫജ്റിലാണ്. കാരണം ആ ഫജ്റിന്റെ നിസ്കാരത്തിൽ ഇന്ന ഖുർആനുൽ ഫജ്രി കാന മഷ്ഹൂദ, പ്രത്യേകം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണെന്ന് കാണാം. അപ്പൊ നിസ്കാരത്തിൽ കുറച്ച് ദീർഘമായി നിസ്കരിക്കേണ്ട നിസ്കാരമാണ് ഫജ്ർ എന്നുള്ളത്. 2 റക്അത്തുള്ളൂ, പക്ഷെ ഖുർആൻ പാരായണം ദീർഘിപ്പിച്ച് കുറച്ച് ദീർഘമായി നിസ്കരിക്കേണ്ട നിസ്കാരമാണ് ഫജ്ർ. അതുകൊണ്ട് ആ ഒരു കാര്യമുള്ളത് കൊണ്ട് ഫജ്റിൽ പ്രത്യേകമായിട്ട് ഖുനൂത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ആവശ്യ സമയത്ത് ഓതാറുണ്ടായിരുന്നു. പക്ഷെ ഫജ്റിന് മാത്രം പ്രത്യേകമാക്കിയിട്ടില്ല, ബാക്കിയുള്ളതിലുണ്ട്. ഇനി എന്തെങ്കിലും ഒന്ന് പ്രത്യേകമായിട്ട് എടുക്കുകയാണെങ്കിൽ ഫജ്റിന് എടുക്കാനുള്ള കാരണം ഈ നിസ്കാരം ദീർഘിപ്പിക്കുന്നത് കൊണ്ടാണ്. വലിഖുർബിഹാ മിനസ്സഹരി വസാഅത്തിൽ ഇജാബത്തി വതനസ്സുലിൽ ഇലാഹി, എന്നൊരു കാരണം പറയാണ്. കാരണം അത് സഹറിനോട്, രാത്രിയുടെ അവസാനത്തെ സമയത്തിനോട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്ന സമയത്തിനോട്, അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്ന ആ സമയത്തിനോട് അടുത്തിട്ടുള്ള നിസ്കാരമായതുകൊണ്ടാണ് ഫജ്റിൽ പ്രത്യേകമായിട്ട് അത് ചെയ്യാനുള്ള കാരണം. അടുത്ത ഫസ്ൽ, അപ്പൊ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നിസ്കാരവുമായി തന്നെ ബന്ധപ്പെട്ടതാണ് അടുത്ത ഫസ്ൽ വരുന്നത്. ഫസ്ലുൻ ഫീ ഹദീഹി ഫീ സുജൂദിസ് സഹ്വി, സഹ്വിന്റെ സുജൂദുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. സഹ്വിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു വാജിബോ സുന്നത്തോ എല്ലാം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് പകരമായി അവസാനത്തിൽ ചെയ്യുന്ന 2 സുജൂദിനാണ് എന്ത് പറയുന്നത്? സുജൂദ് സഹ്വ് എന്ന് പറയുന്നത്. ആദ്യം മനസ്സിലാക്കണം, ഒരിക്കലും നിസ്കാരത്തിന്റെ റുക്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സഹ്വിന്റെ സുജൂദ് കൊണ്ട് എന്താവൂല, അത് പകരമാവില്ല. ഒരാൾ ഒരു സുജൂദ് മറന്നു, അല്ലെങ്കിൽ ഫാത്തിഹ പാരായണം ചെയ്യാൻ മറന്നു, അല്ലെങ്കിൽ റുക്കുവ മറന്നു, അതുകൊണ്ട് എന്താവില്ല, സഹ്വിന്റെ സുജൂദ് ചെയ്ത നിസ്കാരം ശരിയാവില്ല. ചില ആളുകൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അവരൊരു റുക്കുവ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ അവസാനം സഹ്വിന്റെ സുജൂദ് ഉണ്ടല്ലോ, ചെയ്താൽ മതിയല്ലോ എന്ന് ചെയ്യുന്നത് കാണാം. അങ്ങനെയല്ല, സുന്നത്തോ വാജിബോ ആയിട്ടുള്ള കാര്യങ്ങൾ, വാജിബാണ് പ്രത്യേകമായിട്ടുള്ളത്, അത് മറന്നു പോയാലാണ് സഹ്വിന്റെ സുജൂദ് ചെയ്യാനുള്ളത്. പിന്നെ റുക്കുനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ റുക്കുനുകൾ ചെയ്തതിന് ശേഷം മറുപടിയുടെ സുജൂദ് ചെയ്യണം. ഒരാൾക്ക് ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു, 4 റക്അത്ത് നിസ്കാരം, 3ാമത്തെ റക്അത്തിൽ സലാം വീട്ടി. അപ്പോ എന്താണ്, ഒരു റക്അത്ത് നിസ്കരിക്കാൻ മറന്നു. ആ ഒരു റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം? സഹ്വിന്റെ സുജൂദ് അതിനോടൊപ്പം ചെയ്യുക എന്നുള്ളതാണ് രീതി. അല്ലാതെ ആ റക്അത്ത് നിസ്കരിക്കാതെ സഹ്വിന്റെ സുജൂദ് കൊണ്ട് അത് ശരിയാവുകയില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴെല്ലാമാണ് സഹ്വിന്റെ സുജൂദ് ചെയ്തത്, അതിന്റെ രൂപം എങ്ങനെയാണെന്നാണ് പറയുന്നത്. 5 സന്ദർഭങ്ങളിലാണ് ഹദീസുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സഹ്വിന്റെ സുജൂദ് നിർവഹിച്ചതായി വന്നിട്ടുള്ളത്. ആ 5 കാര്യങ്ങളും ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് പറയുന്നുണ്ട്. വസബത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളുടെ പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്. അൻസാ കമാ തൻസൗൻ,
നിങ്ങൾ മറക്കുന്നത് പോലെ എനിക്കും മറവി സംഭവിക്കും. ഫഇദാ നസീതു ഫദക്കിറൂനി, ഞാൻ എന്തെങ്കിലും മറക്കുകയാണെങ്കിൽ അഥവാ നിസ്കാരത്തിൽ എന്തെങ്കിലും മറന്നു പോവുകയാണെങ്കിൽ എന്നെ നിങ്ങൾ ഓർമ്മിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വകാന സഹ്വുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സലാത്തി മിൻ തമാമിൻ നിഅമ അലാ ഉമ്മത്തിഹി വഇക്മാലി ദീനിഹിം ലിയഖ്തദൂ ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ മറവി അല്ലാഹു തആല നൽകിയത്, നിസ്കാരത്തിന്റെ വിഷയത്തിൽ നൽകിയത് ഈ ഉമ്മത്തിന്റെ മേലെയുള്ള നിഅമത്തിന്റെ പൂർത്തീകരണമാണ്. കാരണം ആ ദീനിന്റെ പൂർത്തീകരണമാണ്. കാരണം ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ വേണ്ടി. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരത്തിൽ ഇങ്ങനെ ഒരു മറവി അല്ലാഹു തആല സംഭവിപ്പിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ മനുഷ്യന്മാരായ ബാക്കിയുള്ള നമ്മളെല്ലാവരും മറക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മറവി എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ ഉമ്മത്തിന് അനുഗ്രഹമാണ്, ഈ ദീനിന്റെ പൂർത്തീകരണവുമാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച മറവിയുടെ സുജൂദുകൾ അത് ഏതൊക്കെ സന്ദർഭത്തിലാണെന്ന് പറയുന്നത്. ഫഖാമ മിൻ ഇത്നതൈൻ ഫി റുബാഇയ്യ ഫലമ്മാ ഖളാ സ്വലാതഹു സജദ ഖബ്ല അസ്സലാം. ഒരു സമയത്ത് ഒരു നിസ്കാരത്തിൽ 4 റക്അത്തുള്ള ഒരു നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത്തെ റക്അത്തിൽ തശഹുദ് ഇരിക്കാതെ, രണ്ടാമത്തെ റക്അത്തിൽ ഒന്നാമത്തെ തശഹുദ് ഇരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നു. ഫലമ്മാ ഖളാ സ്വലാതഹു, നിസ്കാരം അവസാനിച്ചപ്പോൾ അവസാനത്തിൽ സജദ ഖബ്ല അസ്സലാം, സലാം വീട്ടുന്നതിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 സുജൂദ് ചെയ്തു. അപ്പോ ഒന്നാമത്തെ തശഹുദ് എന്താണ്? റുക്നല്ല, അത് വാജിബായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ വാജിബ് വിട്ടുപോയി പിന്നെ മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് ഓർമ്മ വന്നാലും തിരിച്ച് അവിടെ ഇരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. നിസ്കാരം തുടർന്ന് അവസാനത്തിൽ 2 സുജൂദ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇബ്നുൽ ഖയ്യിം പറയാണ്, ഫൗഖിദ മിൻഹു അന്ന മൻ തറക ഷൈഅൻ മിൻ അജ്സാഇസ് സ്വലാ അല്ലതി ലൈസത് ബിഅർകാനിൻ. ഈ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞു, റുക്നല്ലാത്ത എന്തെങ്കിലും ഒരു നിസ്കാരത്തിന്റെ കാര്യം ഒരാൾ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ, മറന്നുപോയിട്ട് വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ സജദ ലഹു ഖബ്ല അസ്സലാം, അതിനു വേണ്ടിയിട്ടുള്ള സുജൂദ് ചെയ്യേണ്ടത് എപ്പോഴാണ്? സലാം വീട്ടുന്നതിന് മുൻപാണ്. സലാം വീട്ടുന്നതിന് മുൻപാണ് 2 സുജൂദ് ചെയ്യേണ്ടത്. വൗഖിദ മിൻ ബഅദി തുറുഖിഹി, എന്നാൽ മറ്റു ചിലർ പറഞ്ഞു അന്നഹു ഇദാ തറക ദാലിക വശറഅ ഫീ റുക്നിൻ ലം യർജി. ഇനി ഈ പറയുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് രണ്ടാമത്തെ റക്അത്തിൽ തശഹുദ് ഒരാൾ വിട്ടുപോയി, മറന്നുപോയി, അയാൾ എഴുന്നേറ്റ് മൂന്നാമത്തെ റക്അത്തിൽ നിന്നു. അപ്പൊ മൂന്നാമത്തെ റക്അത്തിൽ നിൽക്കുക എന്നുള്ളത് എന്തിൽപ്പെട്ട കാര്യമാണ്? റുക്നിൽപ്പെട്ട കാര്യമാണ്, നിസ്കാരത്തിൽ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ നഷ്ടപ്പെട്ട എന്താണ്? വാജിബാണ്. അപ്പൊ വാജിബ് നഷ്ടപ്പെട്ട് പിന്നെ റുക്നിലെത്തി, പിന്നെ ഒരു വാജിബിന് വേണ്ടി ഈ റുക്കിന് ഒഴിവാക്കി തിരിച്ച് വാജിബിലേക്ക് പോവുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ മടങ്ങാൻ പാടില്ല. അവസാനം എന്ത് ചെയ്താൽ മതി? തശഹുദിന് അവസാനം സലാം വിട്ടുന്നതിന് മുമ്പ് 2 സുജൂദ് ചെയ്താൽ മതി. ചില ഇമാമികൾ അറിയാതെ, ഇതിനെക്കുറിച്ച് അറിവില്ലാതെ മൂന്നാമത്തെ റക്അത്തിൽ എഴുന്നേറ്റ്, മൗമൂമിയങ്ങൾക്കും ചിലപ്പോൾ അറിവുണ്ടാവില്ല, മൗമൂമിയങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം തശഹുദ് നഷ്ടപ്പെട്ടു എന്ന നിലക്ക് ചില മസ്ജിദുകൾ കാണാം, ഇമാമികൾ നേരെ തിരിച്ചു പോയിരിക്കും. നിസ്കാരം ബാത്തിലാണ്. ഒരു റുക്കിന് വിട്ട് തിരിച്ചൊരു വാജിബിലേക്ക് പോയി കഴിഞ്ഞാൽ ആ നിസ്കാരം ബാത്തിലാകും, ആ നിസ്കാരം ശരിയാവില്ല, അവൻ വീണ്ടും ആദ്യം മുതൽ നിസ്കരിക്കേണ്ടി വരും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി ഒരാൾക്ക് നമ്മൾ ഏതെങ്കിലും ജമാഅത്തിൽ നിസ്കരിക്കുന്ന സമയത്ത് പിന്നെ ഇമാമിന്റെ ആ തശഹുദ്, ഒന്നാമത്തെ തശഹുദ് ഇമാം മറന്നുപോയി എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് പറയേണ്ട ആവശ്യമില്ല. അവസാനം ഇമാം പിന്നെ സുജൂദ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു റുക്കിന് വിട്ടുകൊണ്ട് ഒരു വാജിബിലേക്ക് മടങ്ങാൻ പാടില്ല. ചോദിക്കട്ടെ, അതേസമയം ഒരു സുജൂദാണ് നഷ്ടപ്പെട്ടെങ്കിലോ? ഒരു സുജൂദ് ചെയ്യാതെ അവൻ എഴുന്നേറ്റ് വിചാരിക്കും. അപ്പൊ ഒന്നാമത്തെ റക്അത്തിൽ ഒരു സുജൂദ് മാത്രം ചെയ്തിട്ട് ഇമാം എഴുന്നേറ്റു, അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ആൾ എഴുന്നേറ്റു രണ്ടാമത്തെ റക്അത്തിലേക്ക്. നിന്നപ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ ഒരു സുജൂദ് ചെയ്തില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ സുജൂദിലേക്ക് മടങ്ങണം, ആ സുജൂദ് ചെയ്യണം. അതല്ലെങ്കിൽ പിന്നെ ഒരു റക്അത്ത് എക്സ്ട്രാ നിസ്കരിക്കണം. അതിൽ നല്ലൊരു സുജൂദിലേക്ക് മടങ്ങലാണ്. അപ്പൊ എന്താണ്? ഒരു റുക്കിനെ വിട്ടിട്ട് എന്തിലേക്ക് പോകാം? ഒരു റുക്കിന് ചെയ്യാൻ വേണ്ടി പോകാം, പക്ഷെ ഒരു വാജിബിലേക്ക് പോകാൻ പാടില്ല. വസല്ലമ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മറ്റൊരു സംഭവം, വസല്ലമ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ റക്അത്തൈൻ ഫീ ഇഹ്ദാ സ്വലാത്തൈൽ അശി. ഒരിക്കൽ ദുഹറിലോ അസ്റോ ഏതോ ഒരു നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? രണ്ടാമത്തെ റക്അത്തിൽ സലാം വീട്ടി. ثم تكلم ثم أتمها ثم تشهد
ثم سجد ثم سلم. ആ ഒരു സംഭവമാണ്. അതെന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് അസ്റിന് ഒരു സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് മസ്ജിദിന്റെ ഒരു മൂലയിൽ ഒരു മരക്കഷ്ടം ഉണ്ടായിരുന്നു, അവിടെ പോയിരുന്നു. സഹാബികൾ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, ബുഖാരിയിലുള്ള മുസ്ലിമുള്ള ഹദീസാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കോർത്ത് പിടിച്ച് ഇങ്ങനെ താടിയിലേക്ക് കൈയും വെച്ചിട്ട് അവിടെ ഇരുന്നു. അപ്പൊ കണ്ടപ്പോൾ ദേഷ്യം പിടിച്ച ഒരാളെ പോലെ തോന്നി. അവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ഉണ്ട്. അപ്പൊ സഹാബികൾക്ക് അറിയാം 2 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ എന്ന്. അപ്പൊ ഇത് ചോദിക്കാൻ എല്ലാവർക്കും പേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം എന്തോ ദേഷ്യപ്പെട്ടിരിക്കുന്ന പോലെ തോന്നി. പക്ഷെ ആ കൂട്ടത്തിൽ വേറൊരാളുണ്ടായിരുന്നു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മറന്നുപോയതാണോ, നസീത അം ഖസ്റത്തിസ് സ്വലാ, നിങ്ങൾ മറന്നുപോയതാണോ അതോ നിസ്കാരം ഖസ്റാക്കി 2 റക്അത്തായി നിസ്കരിച്ചാണോ ചോദിച്ചു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം അൻസ വലം തുഖ്സർ, ഞാൻ മറന്നിട്ടില്ല, ഞാൻ ഖസ്റായി നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നുകൂടി സഹാബികൾ ബാക്കിയുള്ളവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവൻ പറഞ്ഞ പോലെ 2 റക്അത്തേ ഞാൻ നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് ചോദിച്ചു. അപ്പൊ അതേന്ന് പറഞ്ഞപ്പോൾ സുമ്മ അത്തമ്മഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് കൂടി നിസ്കരിച്ചു. സുമ്മ തശഹദ, തശഹുദിലിരുന്നു. സുമ്മ സജദ, എന്നിട്ട് സുജൂദ് ചെയ്തു. സുമ്മ സല്ലമ, എന്നിട്ട് സലാം വീട്ടി. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തശഹുദിൽ ഇരുന്ന് സലാം വീട്ടി, എന്നിട്ട് 2 സുജൂദ് ചെയ്തു. അതായത് സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്തിന് സലാം വീട്ടി പോയി, സംസാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും നിസ്കരിച്ചിട്ടില്ല എന്ന് ബാക്കിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു വന്ന് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി. സലാം വീട്ടിയിട്ട് 2 സുജൂദ് ചെയ്ത് വീണ്ടും ഇരുന്ന് വീണ്ടും സലാം വീട്ടി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ. മറ്റൊരു സന്ദർഭത്തിൽ വസല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം അൻസറഫ വഖദ് ബഖിയ മിൻ അങ്ങനെയുണ്ടായി. വഖദ് ബഖിയ മിന സ്വലാത്തി റക്അത്തുൻ ഫഖാല ലഹു ത്വൽഹ നസീത റക്അതൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഒരു റക്അത്ത് നിസ്കരിക്കാതെ 3 റക്അത്തിലോ അല്ലെങ്കിൽ മഗ്രിബ് ആവാൻ 2 റക്അത്തിലോ നിസ്കാരം സലാം വീട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോയി. ഒരു അവസാനത്തെ റക്അത്ത് നിസ്കരിക്കാതെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പോയിട്ട് ചോദിച്ചു, നസീത റക്അതൻ, പറഞ്ഞു റസൂൽ നിങ്ങൾ റക്അത്ത് മറന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫറജഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് മടങ്ങി വന്ന് വദഖലൽ മസ്ജിദ, മസ്ജിദിലേക്ക് പ്രവേശിച്ച് വഅമറ ബിലാലൻ ഫഅഖാമഹു, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഒന്നുകൂടി ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞു. കാരണം നിസ്കാരം കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു, അത് ഒന്നുകൂടി ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞു. ഫസല്ല ലിന്നാസി റക്അതൻ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളൊപ്പം ഒരു റക്അത്ത് നിസ്കരിച്ചു. ദക്കറഹു അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള സംഭവം. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. മറ്റൊന്ന് വസല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം അൽളുഹ്റ ഖംസൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നിസ്കാരം 5 റക്അത്ത് നിസ്കരിച്ചു. ളുഹർ 5 റക്അത്ത് നിസ്കരിച്ചു, കുറവ് മാത്രമല്ല കൂടുതലായി നിസ്കരിച്ചു. ഫഖാലു, അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, സല്ലൈത ഖംസൻ, നിസ്കാരം സലാം വീട്ടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു 5 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഫസജദ ബഅദമാ സല്ലം, അപ്പോൾ സലാം വീട്ടിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യണ്ടായി. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. വസല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അസ്റ സലാസൻ. മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസ്ർ നിസ്കാരം 3 റക്അത്ത് മാത്രം നിസ്കരിച്ചു. ثم دخل منزلة فذكره الناس, പിന്നെ വീട്ടിലേക്ക് പോയി ആളുകൾ ഓർമ്മിപ്പിച്ചു. فخرج فصلى بهم ركعة, പിന്നെ തിരിച്ചു വന്ന് ഒരു റക്അത്ത് കൂടി നിസ്കരിച്ചു. ثم سلم, സലാം വീട്ടി. ثم سجد, പിന്നെ 2 സുജൂദ് ചെയ്തു. ثم سلم, പിന്നെയും സലാം വീട്ടി. هذا مجموع ما حفظ عنه وهو 5 مواضع. ഈ 5 സന്ദർഭങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ മറവി സംഭവിച്ച് സഹ്വിന്റെ സുജൂദായി ചെയ്തതായി കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ 5 സന്ദർഭങ്ങളിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ കാര്യത്തിന്റെ ആകത്തുകയിൽ ഉലമാക്കൾ സഹ്വിന്റെ സുജൂദിന്റെ രൂപം പറഞ്ഞിട്ടുള്ളത്, നിസ്കാരത്തിൽ കുറവാണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ, അഥവാ നിസ്കാരത്തിൽ ഏതെങ്കിലും വാജിബ്, ഇപ്പൊ 1-ാമത്തെ തശഹുദ് ഇരുന്നില്ല, അല്ലെങ്കിൽ ഒരാൾ റുക്കോയിലോ മറ്റോ ദിക്ർ ചെല്ലാൻ വിട്ടുപോയി, അങ്ങനെ എന്തെങ്കിലും വാജിബോ സുന്നത്തുകളോ ആണ് വിട്ടുപോയിട്ടുള്ളത് എങ്കിൽ സലാം വിട്ടുന്നതിന് മുമ്പാണ് 2 സുജൂദ് ചെയ്യേണ്ടത്. അതല്ല പിന്നെ കൂടുതലായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, ഇപ്പൊ ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചു എന്നിട്ട് സലാം വീട്ടി, അപ്പോ പിന്നെ വന്നിട്ട് ആ നിസ്കാരം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവിടെ കുറവാണോ കൂടുതലാണോ വന്നിട്ടുള്ളത്? കൂടുതലാണ് വന്നിട്ടുള്ളത്. കാരണം 2 റക്അത്താണ് അവിടെ കുറവ് വിട്ടുപോയത്. ആ 2 റക്അത്ത് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയായി, പക്ഷെ ഒരു തസ്ലീം അവിടെ കൂടിയിട്ടുണ്ട്, സലാം വീട്ടിൽ അവിടെ കൂടിയ കാര്യമാണ്. അങ്ങനെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത രൂപത്തിൽ വന്നിട്ടുള്ളത് സലാം വീട്ടിയതിനു ശേഷം 2 സുജൂദ് ചെയ്ത് വീണ്ടും സലാം വീട്ടുക, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഉലമാക്കൾ ഈ വിഷയത്തിൽ വിശാലത പറഞ്ഞിട്ടുണ്ട്. എല്ലാ സന്ദർഭത്തിലും സലാം വീട്ടുന്നതിന് മുമ്പ് സുജൂദ് ചെയ്താലും അല്ലെങ്കിൽ സലാം വീട്ടിയതിനു ശേഷം സുജൂദ് ചെയ്താലും കുഴപ്പമുള്ള
കാര്യമല്ല. വേർതിരിച്ച് പറയുകയാണെങ്കിൽ ഈ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ മറവിയിൽ എങ്ങനെ ചെയ്താലും വിശാലതയുള്ള ഒരു വിഷയമാണ്, എങ്ങനെ ചെയ്താലും അത് കുഴപ്പമുള്ള ഒരു കാര്യമല്ല. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളും ജീവിതവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശങ്ങളോട് സുന്നത്തിനോട് യോജിച്ചതായി ആക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.